ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഇതാ കണ്ടില്ലേ, രാവിലെ കതക് തുറന്ന് വെളിയിൽ ചെന്നപ്പോഴത്തേക്കിന് ഞാൻ കണ്ട കാഴ്ച കേട്ടോ. പൂച്ച പിടിച്ചു കൊണ്ടുവന്നിട്ടേക്കുന്നതാണ് എലീനിയെ കൊന്നു കേട്ടോ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ വീട്ടിൽ പൂച്ച വളർത്തുന്ന സമയത്ത് പൂച്ചയാണെങ്കിൽ ഇതുപോലെ എലീനെയും പാറ്റായിനെയും ബല്ലീനെയൊക്കെ പിടിച്ച് അകത്ത് കുഞ്ഞു പാമ്പിനെ വരെ പിടിച്ച് നമ്മുടെ അകത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വളർത്താത്ത പൂച്ചയാട്ടോ, എന്നാലും അത് നമ്മുടെ വീടിൻ്റെ അതൊക്കെ തന്നെ അത് പിടിച്ചു കൊണ്ടുവന്നിട്ടേക്കുവാണ്. പിന്നെ ആ എലീനെയൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വന്ന് ചോറൊക്കെ അടുപ്പയിലിട്ട്, പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം വൈകിട്ട് കറി വെച്ചതിൻ്റെ ബാക്കി കറി വെക്കാതെ എടുത്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ്. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത്. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോസ് കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ മത്തി കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ കടുകിട്ട് കൊടുത്തു, ഉലുവായൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. ഇവിടെ നല്ല മഴയാട്ടോ. 2-3 ആഴ്ചയായി തുടങ്ങിയ മഴ, ഇതുവരെ മഴ കുറഞ്ഞിട്ടില്ലേ. ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഏകദേശം 1 മാസം ആവുന്നു. ജൂൺ ആദ്യം തൊട്ട് തുടങ്ങിയ മഴ ഇപ്പോൾ ജൂലൈ ആവുന്നു. 1.5 മാസം ആവുന്നു മഴ തുടങ്ങിയിട്ട്. അപ്പം ഇപ്പോഴാണ് ഒരു 2-3 ആഴ്ചയായതേ ഉള്ളൂ നന്നായിട്ട് മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കും എല്ലാം അവധിയാണ്. അപ്പോൾ ഇവിടെ ശാമിക LKGയിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ശാമിക മോക്കും അവധി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവധിയില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ അടുപ്പിൽ കുടിക്കാൻ വെള്ളമാട്ടോ ഇരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ചു. പിന്നെ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാനും ഒന്നും മറന്നു പോകരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ മുളകും മല്ലിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മീൻകറി ഒന്നും വെക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വൈകിട്ട് കുറച്ച് വന്നത് വറുത്തായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കി കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ മത്തീനെയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. രാവിലെ തന്നെ ചോറ് കറിയൊക്കെ റെഡിയാവും കേട്ടോ. ഹസ്ബൻഡിന് രാവിലെ ചോറൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാവുകയെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്ന് ശനിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ ഇത്. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു ചെറിയ കഷ്ണം പുളി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം നല്ല പുളി ആയതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്, കുടംപുളിയെ. മീനും കുറച്ചല്ലേ ഉള്ളൂ, അപ്പം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ പുളിയൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുകയാണേ. അപ്പം ഇന്ന് സ്കൂള് ലീവാണ്. ഇന്നല്ല, 2 ആഴ്ചയായിട്ട് ഇവിടെ സ്കൂളിൽ ലീവാണ്. അപ്പോൾ സ്കൂള് ലീവ് ആയതുകൊണ്ട് ഇവിടെ ശാമിക ബോറടിച്ചിരിക്കുക കേട്ടോ. കളിക്കാനൊന്നും കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിട്ടിരിക്കുവാണ്. പിന്നെ കുറച്ച് നേരം പകലിരിക്കുമ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ കാണും. അങ്ങനെ ആണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ പിന്നെ നമ്മൾ തോരൻ വെക്കുന്നത് ക്യാബേജ് കേട്ടോ. ക്യാബേജും ഒരു ചെറിയ സവോളയും പിന്നെ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലൊരു ക്യാബേജ് തോരനും കൂടെ വെക്കാൻ പോവാണ്. അപ്പോഴേക്കും മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരനും കൂടെ വെക്കുക കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്യാബേജൊക്കെ റെഡി ആവുമല്ലോ. പിന്നെ മുട്ട കുക്കറിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട കറി വെക്കാൻ വേണ്ടിയിട്ട്. മുട്ട കറിയും പിന്നെ അപ്പം കേട്ടോ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് പാലപ്പമേ. ഞാൻ ചിലപ്പം അപ്പം ഉണ്ടാക്കിയാൽ ശരിയാവും കേട്ടോ, ചിലപ്പോൾ ശരിയാവത്തില്ലേ. അപ്പോൾ എന്തായാലും ഇന്ന്
അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ദാ മുട്ട കറി വെക്കാൻ വേണ്ടി സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരു തക്കാളിയൊക്കെ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദാ അപ്പത്തിൻ്റെ മാവൊക്കെ ദാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എപ്പോഴും ഒന്നും ഞാൻ അപ്പം ഉണ്ടാക്കി ശരിയാവത്തില്ല കേട്ടോ. ചില സമയങ്ങളിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ റെഡിയാവും കേട്ടോ. അപ്പം നന്നായിട്ട് ചിലപ്പം പൊങ്ങി വന്നാലും അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല അതിൽ കുമിളകളില്ലേ, തുള അത് ചിലപ്പോഴേ എനിക്ക് വരത്തുള്ളേ. പിന്നെ അതിൽ നിന്ന് മാവൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ചെടുത്ത് വേറെ പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പകുതി മതി കേട്ടോ. ബാക്കി നാളെയോ 2 ദിവസം കഴിഞ്ഞോ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബാക്കി വന്ന മാവെടുത്ത് ഫ്രിഡ്ജിലും വെച്ച് അപ്പം ഉണ്ടാക്കുക കേട്ടോ. പിന്നെ മുട്ട കറി വെക്കാൻ വേണ്ടി അതും റെഡിയാക്കി അടുപ്പേ വെച്ച്. അപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നേ. പിന്നെ ഞാൻ അടുപ്പിൻ്റെ സൈഡിൽ കയറ്റി ഇരുത്തിയിട്ടോ. എന്നിട്ട് ഞാൻ കറിയൊക്കെ മുട്ടക്കറിയും വെച്ചു, അപ്പമൊക്കെ അങ്ങനെ റെഡിയാക്കിയേ. അതൊക്കെ റെഡിയായി കഴിഞ്ഞ് ശാമികേനെ പല്ലൊക്കെ തേപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ അടുപ്പിലിട്ട് ചായയും റെഡിയായി. അപ്പുറത്തെ അടുപ്പിൽ അപ്പവും ഒക്കെ റെഡിയാക്കി. അങ്ങനെയാണ് രാവിലത്തെ വിശേഷം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി. മഴയൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് വെളിയിലിറങ്ങി. വിളക്ക് കത്തിക്കാൻ വേണ്ടി സന്ധ്യയായിട്ട് ഒരു 5:30-6 മണിയായ ആ സമയം പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ, വിളക്ക് കത്തിക്കാൻ വേണ്ടി പൂ വെക്കാൻ. അപ്പോൾ റോട്ടിൽ കൂടെ നടന്നത് ഒരാൾ പൂവൊക്കെ പറിക്കുവാണ്. അത് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി കേട്ടോ. അവിടെ ഒരു ആൻറ്റി നിൽപ്പുണ്ട്. അത് മലയാളിയല്ല, തമിഴ് ആൻറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പൂവൊക്കെ പറിച്ച് ആളെൻ്റെ ഇങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ട് തരുവാട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.